ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഒരേ ഒരു ശബ്ദം മാത്രം: രാമായണം രാമായണം രാമായണം. ആയിരക്കണക്കിന് കോടികളുടെ ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകൾ. ഹൻസ് സിമ്മർ ആൻഡ് എ ആർ റഹ്മാൻ സ്കോർ. രൺബീർ കപൂർ, യാഷ്, സായ് പല്ലവി ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഓസ്കാർ വാരിയ, ഡീനക്. വടക്കുള്ളവരും വിദേശത്തുള്ളവരും ഒക്കെ റിയാക്ഷൻ ഇട്ട് തകർക്കുന്നു. പക്ഷെ നമ്മൾ മലയാളി സിനിമാ പ്രേമികൾ മാത്രമേ ഇവിടെ മിണ്ടണ്ടേ? നമ്മളും റിയാക്ട് ചെയ്യണം. പക്ഷെ എന്താണ് പ്രശ്നമെന്നറിയാമോ? ഇത്രയും വലിയ പടം, ഇത്രയും വലിയ ബഡ്ജറ്റ്, ഇത്രയും വലിയ ടെക്നിക്കൽ ടീം, എന്നിട്ടും ട്രെയിലർ വന്നപ്പോൾ ഒരു കൂട്ടം പറയുന്നു, അയ്യോ VFX ശരിയായില്ലല്ലോ. അതിന് പിന്നാലെ സിനിമയുടെ ടീമും രൺബീർ കപൂറും VFX ക്രിറ്റിസിസമായിട്ട് മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവം? 4000 കോടി എന്ന് പ്രചരിക്കുന്ന ഹൈപ്പ് ട്രെയിലറിൽ കാണുന്നുണ്ടോ? യാഷ് ശരിക്കും രാവണനായി ഞെട്ടിച്ചോ? രൺബീർ രാമനായി കൺവിൻസിംഗ് ആണോ? നമുക്ക് മലയാളിയുടെ നേര് പറച്ചിൽ കേൾക്കാം. വീഡിയോയിൽ കടക്കും മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാൾ, അതെ, യാഷ്, നമ്മുടെ രാവണൻ. KGF കണ്ടിട്ട് നമ്മൾ ശീലിച്ച ആ മനുഷ്യനെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് അവിടെ വേറൊരു രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം രാവണൻ എന്ന് പറയുന്നത് വെറും ഒരു ടിപ്പിക്കൽ വില്ലൻ അല്ലല്ലോ. രാജാവാണ്, പണ്ഡിതനാണ്, അഹങ്കാരമുണ്ട്, പവറുമുണ്ട്, ഇന്റലിജൻസും ഉണ്ട്. അതിലുപരി സ്ക്രീൻ പ്രസൻസ് മസ്റ്റാണ്. അവിടെയാണ് യാഷ് എന്ന കാസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. രാവണൻ സ്ക്രീനിൽ വന്നിട്ട് നമ്മുടെ തലയിൽ അറിയാതെ റോക്കി എന്ന് KGF BGM തുടങ്ങിയാൽ എന്തു ചെയ്യും? അതാണ് യാഷിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. റോക്കി ബായിയെ നമ്മളെ കൊണ്ട് മറപ്പിച്ച് രാവണനെ കാണിക്കാൻ പറ്റുമോ? പറ്റിയാൽ ഈ കാസ്റ്റിംഗ് വേറെ ലെവലായിരിക്കും. പക്ഷെ രൺബീർ കപൂറിന്റെ രാമനായിട്ടുള്ള എൻട്രി വന്നപ്പോഴാണ് ഇന്റർനെറ്റ് രണ്ടായി പിളർന്നത്. ഒരു കൂട്ടം പറയുന്നു ഡിവൈൻ വൈബ്സ്, രൺബീർ ലുക്സ് പെർഫെക്റ്റ്. മറ്റുള്ളൊരു കൂട്ടം പറയുന്നു ഇതെന്താ വീഡിയോ ഗെയിമിലെ ആനിമേഷൻ ക്യാരക്ടർ പോലെ ഉണ്ടല്ലോ എന്ന്. എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് അറിയാമോ? രൺബീറിനെ ഇങ്ങനെ ഒരു മാസ് ഹീറോ ആക്കാനല്ല ശ്രമിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി കാമായിട്ടുള്ള, കമ്പോസ്ഡ് ആയിട്ടുള്ള, ഡിവൈൻ ആയിട്ടുള്ള ഒരു റാം ആയിട്ടാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇമ്മീഡിയറ്റ് ആയി കണക്ട് ചെയ്യും, മറ്റു ചിലർക്ക് ഇതാണോ ഞാൻ മനസ്സിൽ വിചാരിച്ച രാമൻ എന്ന് ചിന്തിക്കും. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം രാമായണയുടെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതിനോടകം ഒരു രാമനുണ്ട്, ഒരു സീതയുമുണ്ട്, ഒരു രാവണനുമുണ്ട്. അതുകൊണ്ട് നിതേഷ് തിവാരിയുടെ ഈ സിനിമ കമ്പയർ ചെയ്യപ്പെടുന്നത് മറ്റൊരു ബോളിവുഡ് സിനിമയായിട്ടല്ല, നമ്മുടെ മനസ്സിലുള്ള രാമായണവുമായിട്ടാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ മലയാളികൾക്ക് ഇവിടെ കുറച്ച് അഹങ്കാരം കാണിക്കാം. ആടുജീവിതവും ഭ്രമയുഗവും മിന്നൽ മുരളിയും അങ്ങനെ വിഷ്വലി സ്ട്രോങ് ആയിട്ടുള്ള സിനിമകൾ കണ്ട ഓഡിയൻസ് ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ട്രെയിലിലെ ചില ഷോട്ട്സ്, ചിലപ്പോൾ ഒരു CGI സീക്വൻസും കാണുമ്പോൾ ആഹാ, ഇത്ര കോടിയുടെ കണക്ക് സ്ക്രീനിൽ മുഴുവൻ കാണുമോ എന്ന് തോന്നിയാൽ നമ്മളെ ആരും കുറ്റം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെയാണ് ഏറ്റവും ചൂടുള്ള ഐറ്റം. ട്രെയിലർ വന്നതിന് പിന്നാലെ VFXനെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വന്നു. അതിന് രൺബീർ കപൂർ അടക്കമുള്ള സിനിമയുടെ ടീം പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ പോയിന്റ് ബേസിക്കലി ഇതാണ്: ഇന്നത്തെ കാലത്ത് ട്രെയിലർ ഇറങ്ങിയാൽ എല്ലാവരും CGI എക്സ്പേർട്ട് ആണ്. ചെറിയ ഫോൺ സ്ക്രീനിൽ കംപ്രസ്ഡ് വീഡിയോ കണ്ടിട്ട് ഇത് CGI ആണ്, ഇത് AI ആണ്, VFX മോശമാണ് എന്നൊക്കെ ഫൈനൽ വെർഡിക്റ്റ് കൊടുക്കുന്നത് ശരിയല്ല. ഈ വിഷ്വൽസ് വലിയ സ്ക്രീനിലും IMAX 3D എക്സ്പീരിയൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെന്നും ഫൈനൽ VFX വർക്ക് തുടരുകയാണെന്നും സിനിമയുടെ ടീം പറയുന്നുണ്ട്. അപ്പൊ എന്റെ പൊന്നളിയ, ഈ പറഞ്ഞതിൽ പകുതി കാര്യമുണ്ട്. ഫോൺ സ്ക്രീനിൽ ലോ ക്വാളിറ്റി സ്ക്രീൻ നോക്കിയിട്ട് VFX കൊള്ളില്ല എന്ന് ഫൈനൽ ജഡ്ജ്മെന്റ് അല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. പക്ഷെ ഓഡിയൻസിന്റെ ഭാഗത്തും ഒരു ചോദ്യമുണ്ട്. ഇത്രയും വലിയ പണം മുടക്കി ലോകമെമ്പാടുമുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ട്രെയിലർ ഇറക്കുമ്പോൾ ആ യൂട്യൂബ് ട്രെയിലർ നമ്മളെ കണ്ട് ഞെട്ടിക്കണ്ടേ? അതും ഫെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പറയും, രൺബീറിന്റെ ആർഗ്യുമെന്റ് ശരിയാണോ, അതോ VFX ക്രിറ്റിസിസം വന്നപ്പോൾ കവർ ഡ്രൈവ് കളിച്ചതാണോ? കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഈ സിനിമയുടെ VFXനുള്ളിലുള്ളത് ചെറിയൊരു ടീമല്ല. ഡീനക് ഹോളിവുഡിലെ ഏറ്റവും വലിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള, മൾട്ടിപ്പിൾ അക്കാഡമി അവാർഡ് വരെ നേടിയിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് കമ്പനിയാണ്. അതുകൊണ്ട് ട്രെയിലർ കണ്ട ഉടനെ ഫൈനൽ മൂവിയുടെ VFX ക്വാളിറ്റി എഴുതിത്തള്ളുന്നതും കുറച്ച് നേരത്തെ തന്നെയായിരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് ശരിക്കും പിടിക്കാം. പിന്നെ ഈ സിനിമയുടെ സീക്രട്ട് വെപ്പൺ ആരാണെന്ന് അറിയാമോ? രൺബീർ അല്ല, യാഷ് അല്ല, സായ് പല്ലവി പോലുമല്ല. ഈ കോംബോ ഹൻസ് സിമ്മർ ആൻഡ് AR റഹ്മാൻ. എന്റെ പൊന്നോ, ഇന്റർസ്റ്റെല്ലർ, ഡ്യൂൺ, ദ ഡാർക്ക് നൈറ്റ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയ ഹൻസ് സിമ്മർ, അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ അഭിമാനമായ AR റഹ്മാൻ. ഈ രണ്ടുപേരും രാമായണയുടെ മ്യൂസിക് വേൾഡിൽ ഒന്നിക്കുകയാണ്. ട്രെയിലറിലെ സ്കോർ തന്നെ കേൾക്കുമ്പോൾ ഒരു സ്കെയിൽ മനസ്സിലാവുന്നുണ്ട്. ഇനി രാവണന്റെ എൻട്രിക്ക് ഹൻസ് സിമ്മർ ഫുൾ പവർ കൊടുത്താൽ തിയേറ്ററിലെ സ്പീക്കറിൽ മാത്രമല്ല നമ്മുടെ നെഞ്ചും വൈബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ IMAX വേണമെന്ന് രൺബീർ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കേണ്ടി വരും. പിന്നെ സായ് പല്ലവി, സൗത്ത് ഇന്ത്യയുടെ സ്വന്തം സായ് പല്ലവി സീതയായിട്ട്. ഇവിടെ പേഴ്സണലി എനിക്ക് കാസ്റ്റിംഗ് സംബന്ധിച്ചുള്ള ചെറിയ കംപ്ലൈന്റ് ഒന്നുമില്ല. കാരണം സായ് പല്ലവിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? നാച്ചുറൽനെസ്. ഓവർ മേക്കപ്പ് ഇല്ലാതെ, വലിയ ഓവർ ഗ്ലാമർ ഇല്ലാതെ, കണ്ണുകൾ കൊണ്ട് ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ്. സീതയ്ക്ക് വേണ്ട സിംപ്ലിസിറ്റിയും ഇമോഷണൽ ഡെപ്തും അവർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ കണക്കിൽ സായി പല്ലവി ആ സീത മാസ്റ്റർ സ്ട്രോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് വേറൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമായണയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. രാമൻ ആരാണെന്നറിയാം, സീത ആരാണെന്നറിയാം, രാവണൻ എന്ത് ചെയ്യുമെന്നും അറിയാം.
ഹനുമാൻ വരുമെന്നും അറിയാം, യുദ്ധം നടക്കുമെന്നും അറിയാം, എൻഡിങ് പോലും അറിയാം. എന്നിട്ടും നമ്മൾ എന്തിനാണ് സിനിമ കാണാൻ വെയിറ്റ് ചെയ്യുന്നത്? അതാണ് രാമായണ പോലുള്ള കഥകളുടെ പവർ. ഇവിടെ സസ്പെൻസ്, അടുത്തത് എന്ത് സംഭവിക്കും എന്നതല്ല, നമുക്കറിയാവുന്ന ഈ കഥ ഇവർ എങ്ങനെ നമുക്ക് കാണിച്ചു തരും എന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബഡ്ജറ്റ്, അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ടെക്നീഷ്യൻസ്, അതുകൊണ്ടാണ് ഹൻസ് സിമ്മർ, അതുകൊണ്ടാണ് AR റഹ്മാൻ, അതുകൊണ്ട് തന്നെയാണ് യാഷ്, രൺബീർ, സായ് പല്ലവി പോലുള്ള കാസ്റ്റിംഗ്. ഇത് വെറും ഒരു ബോളിവുഡ് സിനിമയായി മാത്രം ഞാൻ കാണുന്നില്ല. ഇന്ത്യൻ മിത്തോളജിയെ ഒരു മാസീവ് ഗ്ലോബൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ വിജയിച്ചാൽ ഈ സിനിമയുടെ വിജയം മാത്രമായിരിക്കില്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയൊരു ഡോർ തുറക്കാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി പടം പാളിയാലോ? പ്രൊഡ്യൂസറിന്റെ തല മാത്രം കറങ്ങില്ല, രാവണന്റെ 10 തലയും ഒരുമിച്ച് നിന്ന് കറങ്ങും. എന്തായാലും ട്രെയിലറിൽ മാത്രം കണ്ടിട്ട് ഞാൻ ഈ സിനിമ എഴുതള്ളില്ല. അതുപോലെ ട്രെയിലർ കണ്ടിട്ട് ഇതാണ് ഇന്ത്യൻ സിനിമയുടെ ഗ്രേറ്റസ്റ്റ് മൂവി എന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഫൈനൽ പ്രൊഡക്റ്റ് വരട്ടെ. നിതേഷ് തിവാരിയും ടീമും ക്രിറ്റിസിസം കേട്ട് ബാക്കിയുള്ള പോളിഷിംഗ് കൂടി നടത്തി നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ ഇതാണ് അവർ പറഞ്ഞ സ്കെയിൽ എന്ന് പറയാൻ പറ്റട്ടെ. എനിക്കിപ്പോൾ പേഴ്സണലി ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ യാഷിന്റെ രാവണനാണ്. നിങ്ങൾക്ക് ആരാണ്? യാഷിന്റെ രാവണനാണോ അതോ രൺബീർ കപൂറിന്റെ രാമനോ? അതുമല്ലെങ്കിൽ സായി പല്ലവിയുടെ സീതയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, VFS ശരിക്കും മോശമാണോ അതോ ഫോൺ സ്ക്രീനിൽ ട്രെയിനിൽ നമ്മൾ കണ്ടിട്ട് കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുകയാണോ? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്തരം സിനിമ അപ്ഡേറ്റ്സും ഒരു മലയാളിയുടെ നേരിട്ടുള്ള അഭിപ്രായം കേൾക്കണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടുക്കാച്ചി ഫിലിം അപ്ഡേറ്റുമായി വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മജി സൈനിങ് ഓഫ് M3 Studios.